കെ മുരളീധരൻ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ എത്തിയതോടുകൂടി 3 മുന്നണികളും തമ്മിലുള്ള പോരാട്ടം ഇവിടെ ശക്തമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം കടന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അപ്പോഴും ഈ കള്ളവോട്ടിന്റെ കാര്യവും കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുമോ? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടണം എന്ന അഭിപ്രായക്കാരനാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയാലേ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൊണ്ടുപോകാൻ പറ്റും. ഇതിലെ പ്രായോഗികമായ ഒരു പരിഹാരമുള്ളൂ. എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വോട്ടുള്ള ആൾ വേറെ സ്ഥലത്ത് കൂടി വോട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ 2 സ്ഥലത്ത് വോട്ടുണ്ടാവുന്നതിൽ തെറ്റില്ല, ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പാടും, അത് പ്രധാനമാണ്. ഇവിടെ വോട്ട് ചെയ്ത ആൾ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്തത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത്, എൻ്റെ അനുഭവം ഒരു വക്കീൽ എന്നുള്ള ഒരു അനുഭവം കൂടി പറയാം. സ്ഥലം ഞാൻ പറയില്ല. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷക്കാരനായ MLA, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുമാണ് ഉള്ളത്. മുനിസിപ്പാലിറ്റിയിലും LDF പുറകിലായി. 6 പഞ്ചായത്തിൽ 7 പഞ്ചായത്തിൽ 6 സ്ഥലത്തും നമ്മൾ പോയി. ഒരു പഞ്ചായത്തിൽ മാത്രമാണ് നമുക്ക് ഭരണം കിട്ടിയത്. ആ പഞ്ചായത്തിൽ ഒരാളുടെ ഭൂരിപക്ഷമല്ല, കാസ്റ്റിംഗ് വോട്ടിലാണ് നമ്മൾ പഞ്ചായത്ത് പിടിച്ചത്. ആ കാസ്റ്റിംഗ് വോട്ട് തന്നെയും പോകും. കാരണം എന്താ വെച്ചാൽ ഒരാൾ ഒരു വോട്ടിനാണ് ജയിച്ചത്. ആ ഒരു വോട്ടിന് ജയിച്ചതിൽ 3 വോട്ട് കള്ളവോട്ടാണ്. ഇത് അത്ര ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഒരു കാസ്റ്റിംഗ് വോട്ടിലാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അത് ആ കാസ്റ്റിംഗ് വോട്ടിൽ വന്ന ആളുണ്ടല്ലോ, ഇതായ അയാൾ തന്നെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ആ ഒരു വോട്ടിൽ 3 വോട്ട് കള്ളവോട്ടാണ്. അതിനെതിരെ അതും പ്രശ്നമില്ല, കള്ളവോട്ട് കുഴപ്പമില്ലായിട്ടില്ല. കള്ളവോട്ടെന്ന് വെച്ചാൽ ഡബിൾ വോട്ടാണ്. ഇവിടെ വോട്ട് ചെയ്ത ആളുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. അവർ വേറെ സ്ഥലത്ത് വോട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് അവിടുത്തെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിച്ചത്. അപ്പോൾ ഈ ഒരു വോട്ടിൽ 3 വോട്ട് കള്ളവോട്ടാണ്. പക്ഷേ ഈ തോറ്റ സ്ഥാനാർത്ഥി അവൻ ഇച്ചിരി കാശൊക്കെ ഉള്ളവനാണ്. അവൻ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. എന്നെ മീൻസ് അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? കേസ് നമ്മൾ 5 കൊല്ലം തള്ളിക്കൊണ്ടുപോയി. അങ്ങനെ കേസ് തള്ളിക്കൊണ്ടുപോയി ഒരു വിധത്തിൽ. അത് എൻ്റെ കേമത്തെ കൊണ്ടല്ല, പല സാഹചര്യങ്ങൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നമ്മൾ 5 കൊല്ലം തള്ളിക്കൊണ്ടുപോയി. ആ പഞ്ചായത്തും ആളെയും അയാളുടെ ഒരു വോട്ട് ഭൂരിപക്ഷമൊക്കെ അവസാനം വരെ കൊണ്ടു.